ഇയ്യോബ് അധ്യായം 7. മർത്യന് ജീവിതം ഭൂമിയിൽ കൂലിക്കാരൻ്റേതുപോലെയല്ലേ? അവൻ്റെ ജീവകാലം കൂലിക്കാരൻ്റെ ജീവകാലം പോലെ തന്നെ. വേലക്കാരൻ തണൽ ആഗ്രഹിക്കുന്നത് പോലെയും കൂലിക്കാരൻ പണി തീർക്കുവാൻ കാത്തിരിക്കുന്നത് പോലെയും വ്യർത്ഥമാസങ്ങൾ എനിക്ക് അവകാശമായി. ദുരിതപൂർണ രാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു. കിടക്കുന്നേരം ഞാൻ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടതെന്ന് പറയുന്നു. രാത്രിയാമങ്ങൾ ഞാൻ എണ്ണിക്കഴിക്കുന്നു, വെളുക്കുവോളം മയങ്ങുന്നു. എൻ്റെ ദേഹം പുഴുവും പൂഴിയും നിറഞ്ഞിരിക്കുന്നു. എൻ്റെ തൊലിമേൽ വ്രണങ്ങൾ അടഞ്ഞ് വീണ്ടും പഴുത്തു പൊട്ടുന്നു. എൻ്റെ നാളുകൾ നെയ്ത്തുകാരൻ്റെ ഓടത്തിലും വേഗതയുള്ളത്. പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു. എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രം എന്നോർക്കണമേ. എൻ്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല. എന്നെ കാണുന്നവൻ്റെ കണ്ണ് ഇനി എന്നെ കാണുകയില്ല. നിന്റെ കണ്ണ് എന്നെ നോക്കും, പക്ഷേ ഞാനോ ഇല്ലാതായി പോകും. മേഘം ക്ഷയിച്ചു മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിലിറങ്ങുന്നവൻ വീണ്ടും കയറി വരികയില്ല. അവൻ സ്വഭവനത്തിലേക്ക് മടങ്ങി വരികയില്ല. അവൻ്റെ സ്ഥലം ഇനി അവൻ അറിയുകയുമില്ല. ആകയാൽ ഞാൻ എൻ്റെ വായടയ്ക്കുകയില്ല. മനോവേദനയോടെ ഞാൻ സംസാരിക്കും. മനോവേദനയോടെ ഞാൻ ആവർത്തിക്കും. മനോവ്യസനത്തോടെ ഞാൻ ആവർത്തിക്കും. നീ എനിക്ക് കാവൽ വയ്ക്കേണ്ടതിന് ഞാൻ സമുദ്രമോ മഹാസർപ്പമോ ആകുന്നുവോ? നീ എന്നെ ആശ്വസിപ്പിക്കുമെന്നും എൻ്റെ മെത്ത എൻ്റെ വ്യസനം ശമിപ്പിക്കും എന്നും ഞാൻ പറഞ്ഞാൽ, നീ സ്വപ്നം കൊണ്ട് എന്നെ ഭയപ്പെടുത്തി ദർശനം കൊണ്ട് എന്നെ സംപ്രീതനാക്കുന്നു. ആകയാൽ നാശത്തിൽ നിന്ന് എൻ്റെ പ്രാണനെയും മരണത്തിൽ നിന്ന് അസ്ഥികളെയും നീ പരിശോധിച്ച്, ഞാൻ അഴിഞ്ഞിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല. എന്നെ വിടണമേ. എൻ്റെ ജീവകാലം ഒരു ശ്വാസം മാത്രം. മർത്യനെ നീ നശിപ്പിക്കുവാനും അവൻ്റെ മേൽ ദൃഷ്ടി വച്ച് അവനെ രാവിലെ തോറും സന്ദർശിച്ച് കാലാകാലം പരീക്ഷിക്കേണ്ടതിലും അവന് എന്തുള്ളൂ? നീ എത്ര കാലം നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റാതിരിക്കും? ഞാൻ ഉമിനീർ ഇറക്കുവോളം എന്നെ വിടാതെയും ഇരിക്കും. ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യൻ്റെ സൃഷ്ടാവേ, ഞാൻ നിനക്കെന്ത് ചെയ്യുന്നു? നീ എൻ്റെ മേൽഭാരമായിരിക്കത്തക്കവണ്ണം നീ എന്നെ നിനക്ക് ലക്ഷ്യമായി വച്ചിരിക്കുന്നത് എന്ത്? എൻ്റെ അതിക്രമം അങ്ങ് ക്ഷമിക്കാതെയും അകൃത്യം മോചിക്കാതെയും എത്ര കാലം ഇരിക്കും? ഇപ്പോൾ ഞാൻ പൊടിയിൽ നിദ്ര കൊള്ളും. നീ എന്നെ അന്വേഷിച്ചാൽ ഞാൻ ഇല്ലാതായിരിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു.